A+2 സ്വാഗതം. ചില സബ്സ്ക്രൈബേഴ്സ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുക എന്നും അതിന് എങ്ങനെ അപേക്ഷിക്കണം എന്നും ചോദിച്ചുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ അയച്ചിരുന്നു. അതിനുള്ള വിശദമായ ഒരു എപ്പിസോഡാണ് ഇന്നത്തേത്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ്സ്. ഇത് തീർച്ചയായും അത്തരം വിഭാഗത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ നിശ്ചയമായും കാണേണ്ടതാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം പ്രാധാന്യം ഉള്ളതാണ്. അതിൽ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ എന്നുള്ള വിഭാഗമായി തരംതിരിക്കേണ്ടതില്ല. മറിച്ച് ഇത്തരം ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുടെ അവകാശമാണ് ഈ സർട്ടിഫിക്കറ്റ് എന്ന് ആദ്യം മനസ്സിലാക്കുക. നിരവധി കാര്യങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് അനിവാര്യവുമാണ്. കുട്ടിയുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടുക. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് പഠിക്കുന്നതിന് വേണ്ടി സംഭരണത്തിൻ്റെ കാര്യത്തിൽ ആയാൽ ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ ജോലി സംഭരണത്തിന് ആവശ്യമാണ്. അതുപോലെ സർക്കാർ നൽകുന്ന ചില ഇൻഷുറൻസ് പദ്ധതികൾക്കും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ്. അതുകൊണ്ട് ഒരു കുട്ടിയുടെ ഏറ്റവും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ അവകാശമായി തന്നെ കണ്ട് ഈ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നതിന് തീർച്ചയായും മാതാപിതാക്കൾ മുന്നിട്ടിറങ്ങണം. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. ഓൺലൈനായി തന്നെ നമുക്ക് ഇത് അപേക്ഷിച്ചുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാം. അത് കുട്ടിയുടെ പല കാര്യത്തിനും നമുക്ക് ഗുണപ്പെടുത്തുകയും ചെയ്യാം. ഈ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 3 മാസത്തിൽ കൂടുതൽ ആയി എടുക്കുന്നു എന്നുള്ള പരാതി ഉണ്ടെങ്കിലും അത് ആ കാലാവധി കുറയ്ക്കുന്നതിനും വേഗത്തിൽ കിട്ടുന്നതിനുമുള്ള നടപടികൾ സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ഇപ്പോൾ 21 ഭിന്നശേഷികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് 2014 റൈറ്റ്സ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം ഗുണപ്രദമായ ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്ന്. 21 ഡിസബിലിറ്റീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഡിസബിലിറ്റീസിനെല്ലാം തന്നെ മെഡിക്കൽ ബോർഡ് പരിശോധന നടത്തി ബന്ധപ്പെട്ട അതായത് അർഹതയുള്ള കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. ഈ സർട്ടിഫിക്കറ്റിൽ ഈ ബുദ്ധി വൈകല്യമുള്ള കുട്ടികൾക്ക് കൂടി ഈ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ളതും മറക്കാതിരിക്കുകയാണ് വേണ്ടത്. ഈ മെഡിക്കൽ ബോർഡുകൾ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും മെഡിക്കൽ കോളേജ് തലത്തിലും ഒക്കെ തന്നെ സംഘടിപ്പിക്കാറുണ്ട്. മെഡിക്കൽ ബോർഡുകൾ കൂടുന്നത് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം തന്നെയായിരിക്കും മെഡിക്കൽ ബോർഡ് കൂടുക. ആ ദിവസം നമ്മൾ ഓൺലൈനായി മുൻകൂർ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മെഡിക്കൽ ബോർഡ് കൂടുന്ന ദിവസം കുട്ടിയെ മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഹാജരാക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി SolambanCard.gov.in എന്ന സൈറ്റ് മുഖേനയാണ് ഓൺലൈനായി അപേക്ഷിക്കാനുള്ളത്. ഈ സൈറ്റിൻ്റെ വിശദ വിവരം ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അതിലേക്ക് പ്രവേശിച്ച് അനുബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ആ ഫോമിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. കുട്ടിയുടെ ഐഡൻറ്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖ വേണം. കുട്ടിയുടെ ഇൻകം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള രേഖയും ആവശ്യമാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ കാര്യങ്ങളിൽ അതും കൂടി നമ്മൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. ഇങ്ങനെ നൽകി കൊടുക്കുമ്പോൾ ഇതിന് ഒരു എൻറോൾമെൻറ്റ് പേജിലേക്ക് നമ്മൾ പ്രവേശിക്കുകയും ആ പേജിൽ നമുക്ക് വിശദമായ കാര്യങ്ങൾ നൽകുകയും വേണം. എന്നാണ്
മെഡിക്കൽ ബോർഡിൻ്റെ എക്സാമിനേഷന് ഹാജരാക്കേണ്ടത് എന്നുള്ള അറിയിപ്പും ഇതിനകത്ത് കാണാം. ഏതൊക്കെ ഹോസ്പിറ്റലിൽ ഈ മെഡിക്കൽ ബോർഡ് കൂടുവാനുള്ള സൗകര്യമുണ്ടെന്നുള്ള വിവരവും ഈ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരായി ഈ കുട്ടിയുടെ ഈ ഡിസബിലിറ്റി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഭിന്നശേഷി കാർഡ്, അതായത് UDID കാർഡ് പോസ്റ്റ് വഴി തന്നെ നമ്മളെ വീട്ടിൽ കിട്ടുകയും ചെയ്യും. കുട്ടിക്ക് ശരിക്കും ഡിസബിലിറ്റി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിശ്ചയമായും കുട്ടിക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള അർഹതയുണ്ടാവും. മെഡിക്കൽ ബോർഡിൽ സാധാരണ 5 പേരാവും ഉണ്ടാവുക. ചിലപ്പോൾ അതിൻ്റെ അസൗകര്യമനുസരിച്ച് ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. എന്നാലും ബന്ധപ്പെട്ട എല്ലാ വിഭാഗത്തിലെയും ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിലെ എക്സ്പെർട്ടുകൾ ഈ ബോർഡിൽ ഉണ്ടാകും. ആ ബോർഡാണ് ഈ മെഡിക്കൽ ബോർഡായി കണക്കാക്കുകയും അവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഭിന്നശേഷി വകുപ്പുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെ ചിലപ്പോൾ ഇത് സംബന്ധിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മീറ്റിംഗ് പോലെ വിളിക്കുകയും അവിടെ വെച്ച് കുട്ടികളുടെ ഭിന്നശേഷി കണക്കാക്കി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യാറുണ്ട്. പക്ഷേ അത് അപൂർവമായി മാത്രമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓൺലൈനായി തന്നെ ഇതിന് അപേക്ഷിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതായിരിക്കും ഉചിതം എന്ന് അറിയുക. ഈ ഇൻഷുറൻസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഓർക്കാനുള്ളത്, നിരാമയ എന്നൊരു പദ്ധതി പ്രകാരം 1 ലക്ഷം രൂപ വരെ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം ലഭിക്കണം എങ്കിൽ നമുക്ക് UDID കാർഡ് തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഉപേക്ഷ കാണിക്കാതെ ബന്ധപ്പെട്ടവർ ഈ സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് അറിയിക്കുന്നു. നന്ദി.